ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വെള്ള കളറിലുള്ള കുറുമ എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നല്ല ഹെൽത്തിയും ആണ്. വേഗത്തിൽ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറുമയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ അര കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 240 ml കപ്പിൽ അര കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. പൊട്ടുകടല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം, പക്ഷെ ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കാം കേട്ടോ. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. 8 അണ്ടിപ്പരിപ്പ്, 2 പച്ചമുളക്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. 2 പച്ചമുളക് ചേർക്കുമ്പോൾ ആവശ്യത്തിന് എരിയേ കാണുള്ളൂ, അധികം എരിയൊന്നും കാണില്ല. 1/2 ഇഞ്ച് കഷ്ണം പട്ട, 3 ഏലയ്ക്ക, 1 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്, ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തത്. സൺഫ്ലവർ ഓയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ബേ ലീഫ്, 1 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറിയിൽ ഇങ്ങനെ ഇഞ്ചിയുടെ പീസ് കിടക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് അരപ്പരയ്ക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ ഇഞ്ചി അതിൽ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടണം. ഇനി ഇതിലോട്ട് 1 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറമൊന്നും ആവണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ദാ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചക്കറികളെല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. 10 ഫ്രഞ്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 കപ്പ് കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ്. ഫ്രോസൺ ഗ്രീൻ പീസ് അല്ല, സാധാരണ ഗ്രീൻ പീസാണ് ചേർക്കുന്നതെങ്കിൽ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കുക്കറിൽ വേവിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. സാധാരണ ഗ്രീൻ പീസിന് വേവ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ പച്ചക്കറികളുടെ കൂടെ ഡയറക്റ്റ് ഇട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ചേർത്ത എല്ലാ പച്ചക്കറികളും ചേർക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. വീട്ടിലുള്ള പച്ചക്കറികൾ ചേർത്തിട്ട് തന്നെ നമുക്ക് കുറുമ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി. പക്ഷേ കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഇത്രയും വെജിറ്റബിൾസൊക്കെ ചേർക്കുമല്ലോ. പിന്നെ എത്രത്തോളം വെജിറ്റബിൾസ് ചേർക്കുന്നോ അത്രത്തോളം ഹെൽത്തി ആയിരിക്കും. പിന്നെ ഈ നല്ല ടേസ്റ്റുള്ള കറി ആയതുകൊണ്ട് കുട്ടികളും വലിയവരും ഒക്കെ ഒരുപോലെ കഴിക്കും. അപ്പോൾ അത്രയും നല്ലതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. തീ ഇപ്പം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. വെള്ളം വറ്റി വരുമ്പോഴേക്ക് പച്ചക്കറി ഏകദേശം 1/4 വെന്ത് കിട്ടും. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റിയിട്ട് പച്ചക്കറിയൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല, 1/4 വേവേ ആയിട്ടുള്ളൂ. പച്ചക്കറികളൊക്കെ 1/4 വേവ് ആവുമ്പോൾ നമുക്ക് ഇതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിള വരണം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വറ്റിച്ചെടുക്കുക. കുറച്ച് ലൂസായിട്ട് മതി എന്നുള്ളവർക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ള കളറിലുള്ള വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ദോശയ്ക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, കൂടാതെ നല്ല ഹെൽത്തിയും ആണ്. എരിവ് കുറച്ച് വെച്ചാൽ കുട്ടികളും നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കും. അപ്പോൾ ട്രൈ ചെയ്യുക.
ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.